കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന അനാമയ്ക്കും ദേവതിക്കും വേണുവിനൊക്കെ നല്ല 8ന്റെ പണി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവയാനിക്കും കിട്ടുന്നുണ്ട്. കാരണം അയ്യപ്പസ്വാമിനെ വെല്ലുവിളിച്ചെന്നുള്ള രീതിയിലാണ് ദേവയാനി നയനയോടും ആദർശനോടും ഒക്കെ പെരുമാറിയത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവൾക്കൊട്ടൊരു പണി കിട്ടണ്ടേ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ക്ഷേത്രത്തിലേക്ക് എല്ലാവരും കൂടെ മാലയിടാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് മാല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ആദർശന്റെ ജയന്തിയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായിരുന്നു ഉണ്ടായിരുന്നേ. ആദർശം മാത്രമാണെങ്കിൽ കീഴ്ക്കാവ് ഇന്ന് മാല ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ നിൽക്കുവേതേ. കാരണം ആദർശന് സങ്കടം ഉണ്ടായിരുന്നു. തന്റെ അമ്മ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ. ഞാനും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അമ്മ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു പെറ്റമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നു. ഈ സമയം ജയൻ ദേവേനോട് പറഞ്ഞു, ദേവേനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മാല ഇട്ടുകൊണ്ട് മാത്രം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നീ ഈ ചെയ്ത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് അയ്യപ്പസ്വാമിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ ചിലപ്പോൾ നിനക്ക് അതിനുള്ള പണി കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, അതെ ഞാൻ നല്ല ഉദ്ദേശത്തോടെ ചെയ്തിരിക്കുന്നൊക്കെ പറയണം. ഇത് കേട്ടതും അജയൻ പറഞ്ഞു, ഏടത്തി ഒരു കാര്യം വിചാരിക്കണം. ഇതേ നയന ഏടത്തിയുടെ മരുമോളാണ്, അറിയാലോ. മരുമോളെ സ്വന്തം മോളായിട്ട് കാണണം. അതിപ്പോൾ ആദർശ സ്വന്തം മോനല്ലേ, അവനെ പോലെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം. ഈ മാലയിട്ട് അവരെ തമ്മിൽ അകറ്റാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെ ഒരു തോന്നൽ മാത്രമാണ്. 41 ദിവസം മാത്രം വ്രതം എടുക്കാൻ പറ്റുള്ളൂ. വ്രതം എടുത്ത് മലയ്ക്ക് പോകാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ എന്താ മാലയൂരും. ആ ഒരു ചിന്ത ഏടത്തിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാണെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ജാനകി പറഞ്ഞു, ഇപ്പൊ എല്ലാവരുടെയും പറച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി എന്തോ വലിയൊരു അപരാധം ചെയ്ത പോലെയാണല്ലോ. ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഏട്ടത്തി എന്താ തെറ്റ് ചെയ്തിരിക്കുന്നേ? അച്ഛന് നല്ല സുഖം ഉണ്ടാകാൻ വേണ്ടി, നല്ല സൗഖ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു നേർച്ചയായിരുന്നു. അതിൽ പരമൊന്നും ഇല്ലല്ലോ എന്ന് പറയണ. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അത് ശരിയാ. പക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരുന്ന കുഴപ്പമില്ലായിരുന്നു. അവര് ഹണിമൂൺ ട്രിപ്പ് പോകാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോഴല്ലേ അവൾക്ക് ഇങ്ങനെ ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടായെന്ന് ചോദിക്കണം. ആ സമയം കനക ആകെപ്പാടെ സങ്കടപ്പെട്ടാണ് വീട്ടിലേക്ക് എറിച്ചില്ലേ. അപ്പൊ നന്ദി ചോദിച്ചു, എന്താ അമ്മയുടെ മുഖം എന്താ സങ്കടപ്പെട്ടിരിക്കുന്നത്? പോയപ്പോ നല്ല ഉത്സാഹത്തിലായിരുന്നല്ലോ, എന്ത് പറ്റി? ക്ഷേത്രത്തിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, ഒന്നുമില്ല മോളെ, എന്തോ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കില്ല എന്ന് പറയണ. അല്ല ചേച്ചി മറ്റേ വിളിക്കും എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കണം. ഇല്ല വിളിച്ചില്ല, ഞാൻ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ അനന്തപുരിയിലുള്ള എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ടോ അവരെല്ലാം മാല ഇടാനായിട്ട് വന്നതെന്ന് പറയണേ. മാല ഇടാനായിട്ടോ? എന്തൊക്കെയാ പറയണേ? അപ്പൊ ആദർശേണ്ണും ചേച്ചിയും ഹണിമൂൺ ട്രിപ്പ് പോയില്ലെന്ന് ചോദിക്കും. ഇല്ലാന്ന് പറയണേ. പിന്നീട് ആ കാര്യങ്ങളൊക്കെ കന പറയണേ. അവിടെ വെച്ച് മാല ഇടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളുമില്ല എല്ലാം കേട്ടിരിക്കുന്ന നന്ദു പറഞ്ഞു, ഇത് മനഃപൂർവ്വമാണെന്ന് പറയണേ. ഞാൻ ആദർശമോനെ കണ്ടിട്ടുണ്ടായിരുന്നു. പാവം അവന്റെ മനസ്സിൽ നല്ല സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നയനമോള് പറഞ്ഞ് കുഴപ്പമില്ല, മലയ്ക്ക് പോകുന്ന കാര്യത്തിൽ ഒരു മുടക്കം വരുത്തണ്ടെന്നൊക്കെ പറഞ്ഞ് അവന്റെ വിഷമം നയനയുടെ കാര്യം ഓർത്തിട്ടാ. അവന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേവേനി ഒറ്റയെടുത്ത് ഇതെല്ലാം കാണുമെന്ന് പറയണ. നന്ദു പറഞ്ഞു, എനിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് അവരെ രണ്ടെണ്ണം പറയാനായിട്ട് അങ്ങ് തോന്നുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടോണ്ട് ഗോവിന്ദൻ അങ്ങോട്ട് വന്നു. ഗോവിന്ദൻ പറഞ്ഞു, അല്ലെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനാ? 41 ദിവസം വ്രതം എടുത്ത് മലയ്ക്ക് പോകണമെന്നാ പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ 10 ദിവസം നോയമ്പെടുക്കാനുള്ളതാ അനി പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? 41 ദിവസം എടുക്കുന്ന പറഞ്ഞ്. എല്ലാം അവരുടെ ആ ജലജയുടെ ദേവേന്റെ എല്ലാം കളികളാന്ന് പറയണത്. നന്ദു പറഞ്ഞു, ശരിക്കും ഇതിനോട്ടുള്ള പണി അവർക്ക് കിട്ടുമേ. അമ്മ കണ്ടു എന്താണല്ലോ അവരുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടി കിട്ടുമെന്ന് പറയണം. ആ സമയം പായസം കുടിച്ചോണ്ടിരിക്കുവാണ് നയനയും നവിയും. അപ്പോഴാണ് നയനയുടെ മനസ്സിൽ കൂടെ ആ ചിന്തകളൊക്കെ കടന്നുപോയത്. കാരണം രേവതിയും അനാമയും കൂടെ അവിടെ നിന്ന് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് പായസത്തിനകത്തേക്ക് ആ പൊടി കലക്കുന്ന നവ്യെ കണ്ടിട്ടുണ്ടായിരുന്നു. നവ്യ ആരാ മോള്? നവ്യ എന്ത് ചെയ്തു? ആ പായസം മാറ്റിയിട്ട് അവരെടുത്ത് മാറ്റി വെച്ചിരുന്ന പായസം അതെടുത്ത് അങ്ങോട്ട് പാത്രത്തിനകത്തേക്ക് എടുത്ത് വെക്കണം. നവ്യക്കറിയാം ഇവരെന്തെങ്കിലും കുതന്ത്ര ബുദ്ധി ഉപയോഗിക്കുന്നു. അതിന്റെ വീഡിയോ പിടിച്ചു വെക്കുകയും ചെയ്തു. കാരണം നാളെ മിക്കവാറും ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയത്. കാരണം അവരൊരു കാരണവശാലും സമ്മതിക്കത്തില്ല. മുമ്പ് ഇതുപോലെ തന്നെ ഒരു കാര്യമായിരുന്നു നയന ചെയ്തത്. അനാമയ്ക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തേ. നവ്യ ആരോടും ഒന്നും പറയാനൊന്നും പോയില്ല. കാരണം ഇതിപ്പോ തൽക്കാലത്തേക്ക് ആരും അറിയണ്ട. ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും അവളുടെ ഭാവം എന്താണെന്നറിയട്ടെ. അവൾക്കിടെ തന്നെ ഒരു പണി കൊടുക്കണം. പിന്നീട് ഇതൊന്നും അറിയില്ലാതെയാണ് രേവതിയാണെങ്കിലും അനാമികയാണെങ്കിലും വന്ന് പായസമൊക്കെ കുടിക്കുന്നത്. അവര് കുടിച്ച് ഭയങ്കര സന്തോഷിച്ചിരിക്കുമായിരുന്നു. പിന്നീട് അനാമികയുടെ അടുത്തേക്ക് വന്നിട്ട് രേവതി മോളെ ഇങ്ങോട്ട് വരാൻ പറയണം. എന്താ കാര്യം ചോദിക്കണം. അങ്ങനെ വിളിച്ച് മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പോകണം. അല്ല പായസം കുടിച്ചിട്ട് വെച്ചിട്ട് അവർക്കൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നില്ല. അമ്മേ അതിന് സമയം എടുക്കുമായിരിക്കും. കുറച്ച് സമയം കൂടെ
വെയിറ്റ് ചെയ്യട്ടെ, അന്നെങ്കിലല്ലേ പായസം കുടിച്ചതിന്റെ ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഓ അത് ശരിയാണല്ലോ, എന്താണെങ്കിലും അച്ഛൻ കൃത്യസമയത്ത് തന്നെ പൊടി കൊണ്ടുവന്ന ഭാഗ്യമായി പോയെന്ന് പറയാണ്. പിന്നീട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നയന നേരെ മുത്തശ്ശന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. പിന്നെ മുത്തശ്ശന് മെഡിസിനൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, മോളെ നീ ഇങ്ങോട്ട് വരാൻ പറയണേ. എന്താ, അല്ല നിനക്ക് സങ്കടം ഉണ്ടോന്ന് ചോദിക്കണം. എന്തിനാ മുത്തശ്ശൻ എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറയണേ. എനിക്കറിയാം, നീ വെറുതെ കള്ളത്തട്ടൊന്നും പറയണ്ട. ഇന്ന് ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് ഇരുന്നല്ലേ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ദേവയാന തന്ത്രങ്ങളാ. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ എനിക്ക് അസുഖമായിട്ട് അവള് നേർച്ച പറഞ്ഞെന്നോ? ഒരിക്കലും ഇല്ല, അവൾ അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറയണം. നയന പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്ക് സങ്കടമില്ല. ഒരു പക്ഷേങ്കില് ഇതേ അവര് മല ചവിട്ടുന്നതുകൊണ്ട് മുത്തശ്ശന് ഒരു പക്ഷേങ്കിൽ കുറവ് കിട്ടിയാലോ, എന്റെ മനസ്സിൽ അത് ആഗ്രഹമുള്ളൂ. ഹണിമൂണ് ഇന്നാണെങ്കിൽ നാളെ ആണെങ്കിലും പോയാലോ മുത്തശ്ശാന്ന് പറയണം. മുത്തശ്ശ പറഞ്ഞു, എന്നാലും മോളോട് ഈ ചതി വേണ്ടായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷം നിങ്ങൾ സന്തോഷകരമായിട്ടൊരു പോകാനായിട്ട് തീരുമാനിച്ചിരുന്നല്ലേന്ന് ചോദിക്കണം. പിന്നീട് മുത്തശ്ശന്റെ ഗുളിക എടുത്തു കൊടുത്തപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നീ ഉള്ളതുകൊണ്ടാ മോളെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നും ഒരു പക്ഷേ എനിക്കിങ്ങനെ അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് നീയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനം. ഇപ്പോഴാണെങ്കിൽ ഈ കുടുംബത്തിൽ വേറെ ആരും എൻ്റെ കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കാറെന്ന് പറഞ്ഞാൽ നീ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ. കാരണം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ കഴിക്കുന്ന മെഡിസിൻ പോലും എന്താന്ന് പോലും എനിക്കറിയത്തില്ല, നീ എടുത്തു തരുന്നതല്ലാതെ. കാര്യം പറഞ്ഞാൽ നീ ഇവിടെ എപ്പോഴും എൻ്റെ അരി ഇവിടെ തന്നെ ഉള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. പക്ഷെ നിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവ് ഒത്ത് കുറച്ച് ദിവസം മാറി താമസിക്കുക. അത് മാത്രമല്ല ഈ കുടുംബത്തിനൊരു അവകാശം വേണമല്ലോ. എനിക്കറിയാം അന്ന് ജോഡിസിൽ പറഞ്ഞ പോലെ ഒരു നല്ലൊരു കുഞ്ഞായിരിക്കും നിങ്ങൾക്ക് പിറക്കാനായിട്ട് പോകുന്നേ. അപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ഞങ്ങൾ. അത് മാത്രമല്ല അതിനെയും കൂടെ കണ്ടിട്ട് കണ്ണടയ്ക്കണമെന്നുണ്ട്. ദേവേനെ ഈ വിധമാണെങ്കിൽ അങ്ങനെ പറ്റൂന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലെന്ന് പറയണം. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, 41 ദിവസം വെറുതെ എടുത്ത് പോയിട്ട് വരട്ടെ എന്ന് പറയണം. പിന്നീട് നയനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, നയനെ പോലെ ഒരു പെൺകുട്ടിയല്ല ആദർശന്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ആ ദേവേനെ എന്ത് ചെയ്യണം. ഇത് കേട്ടപ്പോഴത്തേനും വസുന്ധര പറഞ്ഞു, ദേവേനയ്ക്ക് ഇഷ്ടം കുറെ പൊന്നും പണവും ഒക്കെ ആയിട്ട് വരുന്ന വീട്ടിലായിരുന്നു. ഇപ്പൊ തന്നെ കണ്ടില്ലേ അനാമിക കുറെ സ്വത്തും പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യം വകതിരിവ് എന്താണെന്ന് അറിയത്തില്ല ആ കുട്ടിക്ക്. ഇവിടെ കാണിച്ചു കൂട്ടുന്ന എന്താ, ഇത്രയും ദിവസമായി കല്യാണം കഴിഞ്ഞിട്ട് അനിയോട് ഇന്ന് വരുന്ന സ്നേഹത്തോടെ സംസാരിച്ചു പോലും കണ്ടിട്ടില്ല. എന്ത് ചെയ്യാനാന്ന് പറ. അവരോ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരിങ്ങോട്ട് ഓടി വരുവാന്ന് പറയാം. അത് തന്നെ ശരിയല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും നയനമോളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നിട്ടില്ല. ആദർശമോൻ ഇതിനു മുമ്പ് കാണിച്ചു കൂട്ടിയതിനൊക്കെ മാത്രം അവരിങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയാണ്. അത് ശരിയാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നൊക്കെ വന്നു പോയില്ലേ. ഒരു പക്ഷേങ്കിൽ കല്യാണത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുമായിരുന്നെങ്കിൽ നന്ദുവിൻ്റെ അനിയുടെയും കൂടെ കല്യാണം നടത്തുണ്ടായിരുന്നുള്ളൂ. അനാമയുമായിട്ട് ഒരിക്കലും ചേരില്ലായിരുന്നു പറയണം. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട് മൂർത്തി സാറേ, ഒരു കാര്യം ചിന്തിക്കണം. അവർ തമ്മിൽ ഇനിയിപ്പോൾ ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു രണ്ടാം വിവാഹം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാതിരിക്കട്ടെ. കാരണം അനാമികളുടെ ആണ് ജീവിതം പോയില്ലെന്ന് പറയണം. മുത്തച്ഛൻ പറഞ്ഞു, ജോളിസർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമാത്രം എനിക്ക് സങ്കടം. അനിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമുള്ളെന്ന് പറയണം. ഈ സമയത്ത് നയന് നേരെ അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് ഇപ്പം നല്ല ഇതുവരെയായിട്ട് അവർ മലയ്ക്കോ മാലിയിട്ട് വന്നില്ലല്ലോ എന്ന് പറയണം. അതെ ഇപ്പം തന്നെ വരുമായിരിക്കും എന്ന് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ മാലയിട്ടിട്ട് അങ്ങോട്ട് വരുന്നത്. മാലയിട്ടിട്ട് അങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോൾ അവരെ കണ്ട ജലജിക്ക് ഭയങ്കര സന്തോഷമായി. ജലജ് നോക്കിയപ്പോൾ അബി മാലയിട്ടുണ്ടോ, അത് ജലജ് ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല അബി മാലയിടുമെന്ന്. അങ്ങോട്ട് വന്ന നബി ആ കാഴ്ചകൊണ്ടുവേ ഇവനും മാലയിട്ടിട്ടുണ്ടോ. ഈ സാധാരണഗതിയിൽ ഇതൊന്നും ചെയ്യാത്ത ഇവന് എന്ത് പറ്റി, വല്ല മാനസാന്തരം ഉണ്ടായോ ഇവന്. ഇവനെ ശരിക്കും പറഞ്ഞാൽ 41 ദിവസമല്ല, ഇവന് ഒരു വർഷക്കാലം നോയമ്പെടുത്ത് മലയ്ക്ക് വരേണ്ട. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവൻ നോയമ്പൊക്കെ നോക്കുമോ ദൈവത്തിന് മാത്രം അറിയാന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേനും മുത്തശ്ശനും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. മുത്തശ്ശൻ പറഞ്ഞു, ആഹാ ഇതെന്താ എല്ലാവരും മാല ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും ദേവേനെ പറഞ്ഞു, അതെ മുത്തശ്ശന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് കൊച്ചുമക്കള് മാല ഇട്ടുകൊണ്ട് എന്താ കുഴപ്പമിരിക്കുന്നത്. കൊച്ചുമക്കൾ മാത്രമല്ല മക്കളും ചെയ്യട്ടെ, അതൊരു നല്ല കാര്യമില്ലെന്ന് ചോദിക്കുകയാണ്. ജയൻ പറഞ്ഞു, അത് ശരിയാ അച്ഛാ, അച്ഛന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാ. പക്ഷെ അത് നേരെ ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി ആണെങ്കിൽ മാത്രം എന്ന് പറയാണ്. ദേവേനെ പറഞ്ഞു, ഇതേ ചെയ്യട്ടാ, കുറെ സമയം ഞാൻ ഇത് തന്നെ കേൾക്കാൻ തുടങ്ങിയിട്ടെന്ന് പറയാണ്. പിന്നീട് എല്ലാവരും കൂടെ അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേനും അബി മുറിയിലേക്ക് ചെല്ലുമ്പോഴത്തേനും നവിയച്ചു, ഓ നീ മാലയിടുന്ന ഞാൻ പ്രതീക്ഷ പോലും ഇല്ലെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല നിന്റെ സ്വഭാവം വെച്ചിട്ടേ, ഓ മാലയിട്ടാന്ന് നോക്കത്തില്ല, ഞാൻ പലതും പറയൂട്ടെന്ന് പറയണം. ആ നിനക്ക് പുത്തിരിയായിട്ടുള്ള കാര്യമല്ലല്ലോ അബി. കാരണം നീ മാല ഇട്ടാലും ഇട്ടില്ലേലും നിന്റെ മനസ്സിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. ഇനിയാണെങ്കിൽ നിനക്ക് സമയമുണ്ട്. നിന്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നേ, ആ കുഞ്ഞിന് നല്ല
ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞ് വരണം, നല്ലൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചുകൊണ്ട് മാലയിടുമായിരുന്നു. അതാ ഏറ്റവും നല്ല പുണ്യം എന്ന് പറയണം. പിന്നെ എനിക്ക് അത്ര കുറച്ച് പുണ്യം കിട്ടിയാൽ മതി എന്ന് പറയാം. അതറിയാലോ, നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്നു അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയണം. നബി പറഞ്ഞു, ദേ വെറുതെ മാലയിട്ട് നാവും കൊണ്ട് എന്നെ ചൊറിയുന്ന വർത്താനം പറയിപ്പിക്കില്ലെന്ന് പറയണം. നബി പറഞ്ഞു, അതെ ഇങ്ങനെയുള്ളൊരു മാല ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മാല ഇടുന്ന എങ്ങനെയാ, ശുദ്ധിയും വൃത്തിയും മാത്രം പോരാ, മനസ്സും ശരീരവും എന്ന് വേണം നമ്മുടെ ഫുൾ ഏകാഗ്രത അതുപോലെ തന്നെ ശുദ്ധമായിരിക്കണം. കാരണം തെറ്റുകുറ്റങ്ങളൊന്നും പറ്റാത്തവരാരുമില്ല. പക്ഷെ അതൊക്കെ പുറത്ത് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടൊരു ജീവിതം നയിക്കാനായിട്ട് പറ്റുന്ന വിധത്തിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകണ്ടേന്ന് പറയണം. ഇത് കേട്ട് ഇപ്പൊ അബിക്ക് ദേഷ്യം വന്നു. അബി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അന്നേരം ജലജയും ജാനകിയും ഒക്കെ അങ്ങോട്ട് വന്നു. അപ്പൊ ജലജ പറഞ്ഞതേ നിന്റെ മരുമോള് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദേവേനെ എന്ത് ചെയ്യണം, പായസം കുടിക്കാനായിട്ട് നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ദേവേന്റെ അടുത്ത് കുറച്ച് പായസമൊക്കെ കുടിക്കണം. ദേവേനെ മാത്രമല്ല ജാനകി എടുത്ത് പായസം കുടിച്ചു. പായസം കുടിച്ചിട്ട് എന്താണെങ്കിലും ഇത്ര സമയം എന്നോട് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കാന്നൊക്കെ കരുതിയിട്ട് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയം രേവതി അനാമീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഏ മോളെ അനിയെല്ലാരും നോയമ്പെടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവൻ ചിലപ്പോഴേ എന്താണെങ്കിലും ഈ നോയമ്പെടുത്ത് ശബരിമലയ്ക്ക് പോകുന്നതോടെ അവന്റെ മനസ്സ് മാറുമെന്നാ തോന്നി. ഇല്ലെങ്കിൽ മോള് വേണം ഇനിയിപ്പം മാറ്റിയെടുക്കാനായിട്ട്. അറിയാലോ, ഇനി ഒന്നിനും ഒരു കുറവും വരത്തില്ല അവന്റെ കാര്യത്തിൽ. എങ്ങനെയെങ്കിലും അവനെ മയക്കെടുക്കണം. ഈ കുടുംബത്തിൽ നമുക്ക് പിടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും അനാമി പറഞ്ഞു, അവന്റെ നോയമ്പൊന്ന് കഴിഞ്ഞോട്ടെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമേ. ഒരു പക്ഷേങ്കിൽ ഇവിടെ നയനയുടെ കുഞ്ഞിനെ കാണാനായിട്ടാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇവിടെ പിടിച്ചു വെക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എനിക്കും കൂടെ ഒരു കുഞ്ഞ് ജനിക്കണം. ഇത് കേട്ടൻ രേവതി പറഞ്ഞു, അത് ശരിയാ മോളെ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മോളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റില്ല. പറഞ്ഞു വിട്ടാൽ പോലും അറിയാലോ പിന്നെ എന്താ, അതിനുള്ള അവകാശം കാര്യങ്ങളും എല്ലാം തരേണ്ടി വരും. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ എടുക്കും. ഇനി നമ്മളെക്കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ അറിഞ്ഞാൽ തന്നെ കുഴപ്പമില്ല, അത് പിന്നെ ബാധിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പറയണം. പക്ഷേങ്കിൽ അവര് പിടിക്കപ്പെടുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരു പ്രോപ്പർട്ടി കാണിക്കാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അനാമിക്ക് വലിയ ആളും കളിച്ചിട്ടാണ് രേവതിനെയും അവരെയൊക്കെ ജലജനെയൊക്കെ കൊണ്ടുപോയത്. പക്ഷേങ്കിൽ ആ പ്രോപ്പർട്ടീനെ ആ ഓണർ ആദർശ് കാണുന്നുണ്ട്. അങ്ങനെ ആദർശം അവർ സംസാരിക്കുന്ന സമയത്താണ് ആ ഒരു കാര്യം ആദർശ് ചോദിക്കുന്നത്. അല്ല, അവിടെ ടൗണിൻ്റെ അടുത്തുള്ള 20 സെന്റ് സ്ഥലം അതെൻ്റെ അനിയൻ്റെ അവര് വീട്ടുകാർ മേടിക്കാൻ പോകുന്ന കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ അന്തം വിട്ടു പോവാണ്. അയാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. പിന്നീട് അയാൾ ചോദിച്ചു, ആ പ്രോപ്പർട്ടിയോ, അത് ഞാൻ വാങ്ങിച്ചാണല്ലോ ആദർശ എന്നൊക്കെ പറഞ്ഞ. വാങ്ങിച്ചാണോ? അത് ഞങ്ങൾ അറിഞ്ഞുള്ള സാർ, പക്ഷെ അത് എൻ്റെ അനിയൻ്റെ വീട്ടുകാർ മേടിച്ചാണല്ലോ. അപ്പോഴും ആദർശന് മനസ്സിലായി അപ്പൊ കള്ളത്തരവാ പറഞ്ഞെന്നുള്ളത്. പിന്നീട് ആദർശ് എന്ത് ചെയ്യണം, അവരെ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് അന്വേഷിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവരെന്തൊക്കെയോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്രയും കാലം പറഞ്ഞതൊക്കെ വെറും പൊള്ളത്തരമാണല്ലോ എന്നുള്ള കാര്യം. അത് മാത്രമല്ല നമ്മൾ കാണാൻ പോകുന്നത്, ഇനിയിപ്പം ആദർശ് ആ സ്വർണ്ണം അടിച്ചവന്മാര് കാണുന്നുണ്ട്. അപ്പൊ അതിന് കണ്ടതിന് ശേഷം പിന്നീട് അവന്മാരെ പഞ്ഞി കിട്ടി കഴിയുമ്പോഴത്തേനും അവന്മാരുള്ള സത്യം പറയാണ്. സ്വർണ്ണം എവിടുന്നാ കിട്ടിയെന്ന് ഉപേന്ദ്രന്റെ കയ്യിൽ നിന്നാന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആദർശ് ഉപേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ഉപേന്ദ്രനെ കണ്ടു കഴിയുമ്പോഴത്തേനും ഉപേന്ദ്രൻ ഉള്ള സത്യങ്ങളൊക്കെ പറയുകയാണ്. കാരണം നിങ്ങളുടെ അനിയൻ ചെന്ന് പെട്ടിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയിലാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കല്ല ആദർശിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ആദർശൊരു വരവൊക്കെ ഉണ്ട്. കാരണം ഇനിയിപ്പോൾ അനാമിയയ്ക്കും രേവതിക്കൊക്കെ അധികം നാളിനി ആ വീട്ടിൽ ആയുസ് ഉണ്ടാകത്തില്ല. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അത് മാത്രമല്ല, പായസം കുടിച്ച ദേവേനിക്കും രേവതിക്കൊക്കെ നല്ല 8ന്റെ പണി കിട്ടുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ആ വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും അനാമികനെ. കാരണം അനാമിക്കൊന്നും പുറത്ത് പറയാൻ പോലും പറ്റില്ല. കാരണം എല്ലാവർക്കും ലൂസ് മോഷനായി കഴിയുമ്പോൾ തന്നെ അത് പായസത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി കഴിയും. എല്ലാവരും കൂടെ അവളെ നയനെ അങ്ങനെ കുറ്റപ്പെടുത്തി കഴിയണ സമയത്ത് നവി വന്നിട്ട് അനാമയോട് പറയുന്നുണ്ട്, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ എൻ്റെ അനിയത്തിക്കോ എനിക്കോ എതിരെ നീ ഒന്ന് ചെറു വിരൽ പോലും അനക്കിയിട്ടുണ്ട്, അനക്കിയേക്കരുത്. അങ്ങനെ അനക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഇവിടെ എല്ലാവരും കാണിക്കുമെന്ന് പറയാണ്. അങ്ങനെ നവ്യയുടെ കൈപ്പിടിയിലേക്ക് അനാമയ്ക്ക് ഒതുങ്ങുകയാണ്. അനാമയ്ക്ക് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നവ്യയുടെ കഷ്ടത്തെ കൊണ്ട് തല വെച്ച് കൊടുത്തൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ ബാക്കി ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം ബാക്കി എന്തൊക്കെ പണി കിട്ടുന്നത്. ഉറപ്പായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ദേവേനി അങ്ങനെ വെറുതെ അയ്യപ്പസ്വാമി വിടുമെന്ന് തോന്നില്ല. കാരണം അത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞല്ലേ, അവർക്കിട്ട് എന്താണെന്ന് നല്ല 8ന്റെ പണി തന്നെ കിട്ടും ഈ മണ്ഡലകാലത്ത് തന്നെ. അത് ഉറപ്പായിട്ടും കിട്ടാൻ പോകുന്ന കാര്യമാണ്. ഒന്നെങ്കിൽ മിക്കവാറും കൈയൊടിയോ കാലൊടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഓരോ ലൈക്ക്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓരോ ലൈക്കും വളരെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനം തരുന്നത് നിങ്ങളുടെ ഓരോ ലൈക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.